ഈ ഇടയ്ക്ക് ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് എല്ലാം കാണാറുണ്ട് വെച്ചാൽ എബ്രോഡ് MBBSനെ ഒന്ന് താഴ്ത്തിയിട്ടും പിന്നെ ഇന്ത്യൻ MBBSനെ പൊക്കിയിട്ടുള്ള വീഡിയോസ്. അത് അപ്പോൾ അതിലെനിക്ക് മനസ്സിലാന്ന് വെച്ചാൽ ഒരു എന്താ പറയുക കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കുറച്ച് ഇതാണ്. അത് ഇന്ത്യൻ MBBSനല്ല പൊക്കി വെക്കുന്നത്, പിന്നെ കോച്ചിങ് സെന്റേഴ്സിനാണ് പൊക്കി വെക്കുന്നത്. അതായത് ഇന്ത്യൻ MBBSലാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് അതുവഴി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഞങ്ങളുടെ കോച്ചിങ് സെന്റർ വഴി ചേർന്നോളൂ, ഇതാണ് ഇവരുടെ പരസ്യം. അപ്പോൾ അതിൽ പറയാന്ന് വെച്ചാൽ അവർ പറയുന്നത് എബ്രോഡ് MBBS പോലെ കുറെ വർഷങ്ങൾ പോകുന്നതാണ്. ഏറ്റവും കൂടുതൽ വർഷങ്ങൾ പോകുന്നത് നാട്ടിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. റിപ്പീറ്റ് സൂപ്പർ റിപ്പീറ്റ്. സാധാരണ ശരാശരി ആൾക്കാർ 3 വർഷം അങ്ങനെ തന്നെ പോയി. പിന്നെ MBBS ഇവിടുന്ന് ഒരു 5.5 വർഷത്തെ 5.5, 6, 7, 8.5 വർഷം. അപ്പൊ തന്നെ കുട്ടിയുടെ 8.5 വർഷം പോയിട്ടുണ്ട്. ഓക്കെ, ഈ കുട്ടി ഫസ്റ്റ് ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ +2 കഴിഞ്ഞ് ഫസ്റ്റ് അറ്റംപ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് MBBS അബ്രോഡ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫജർ ഇരിക്കുന്നത് പോലെ 6 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് FMG ക്ലിയർ ചെയ്തിട്ട് ഇതേപോലെ ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതെ അതെ, മനസ്സിലായേ? അതാണ് ഞാൻ 2019 പോയപ്പോൾ തന്നെ എൻ്റെ ബാച്ചിൽ പഠിച്ച +2 എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർ ഇപ്പം 3rd ഇയർ 4th ഇയർ ആയിട്ടല്ലേ ഇവിടെ നാട്ടിൽ MBBS. അപ്പോൾ അതേ ഒരു സിറ്റുവേഷനിൽ ഞാനിപ്പോൾ FMG ക്ലിയർ ആയി. ഇനി 1 ഇയർ കൊണ്ട് ഈ 1 ഇയർ വെച്ചാൽ ഇന്റേൺഷിപ്പാണ്. അപ്പോൾ ഇന്റേൺഷിപ്പ് സ്റ്റൈപ്പൻഡ് ഉള്ള സ്റ്റേറ്റ് വരെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് എത്തി. അവരെക്കാട്ടിയും കുറച്ചും മുന്നോട്ടുള്ള സ്റ്റേജിലേക്ക് അത് തികച്ചും ഒരു മിത്താണ്. അവർ പറയുന്നത് വെച്ചാൽ എബ്രോഡ് MBBS ഇത്രയും വർഷം 8 വർഷം എടുക്കുമെന്ന് പറയാം. പക്ഷേങ്കിൽ എന്തുകൊണ്ട് അവർ ഇവിടുത്തെ നീറ്റ് പഠിച്ചിട്ട് നീറ്റിനൊക്കെ പഠിച്ച് 2 വർഷം 3 വർഷം റിപ്പീറ്റ് ചെയ്ത ആൾക്കാർ ഇവിടെ 6 വർഷം കൂടി MBBS ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുന്നില്ല. അപ്പം 6, 3, 9 വർഷം 8 വർഷം ഇവിടെയും എടുക്കുന്നുണ്ട്. അപ്പം അതൊരു വലിയൊരു കമ്പാരിസൺ അല്ല. അത് മാത്രമല്ല, ഇന്ത്യ ഇപ്പോൾ കേരളത്തിനകത്ത് ഓൾമോസ്റ്റ് മെഡിക്കൽ കോളേജിനകത്തും ഇയർ ബാക്ക് എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ കേരളത്തിനകത്തല്ല, ഇന്ത്യക്കകത്തുണ്ട് ഇയർ ബാക്ക് എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. പിന്നെ ഫസ്റ്റ് ഇയറും അതേപോലെ 3rd ഇയർ ആണ് ഇത് സംഭവിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഇയർ ബാക്ക് വരുന്നവരുടെ കുട്ടികളുടെ എണ്ണം തന്നെ വളരെ കൂടുതലാണ്. അതെ അതെ, ഈ സത്യം ആരും പുറത്ത് പറയാറില്ല. അപ്പോൾ അതുകൂടി ആയിക്കഴിഞ്ഞാൽ MBBS 5.5 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആവില്ല നാട്ടിലെന്താ ഇയർ ബാക്കും കൂടി ഒരു സ്റ്റുഡൻസിന് അടിച്ചു കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം 5.5 എന്നുള്ളത് 6.5, 7.5 വർഷം ആവും. 5.5 ഒരു കോഴ്സ് ഡ്യൂറേഷൻ മാത്രമാണ്. അതെ, കോഴ്സിന്റെ ഡ്യൂറേഷൻ ആണ്. ഈ ജേർണി അതിൽ കൂട്ടുന്നില്ല. അതാണ് പ്രശ്നം. ഓക്കെ, നമ്മളിപ്പോൾ കുറേ പരസ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ MBBS അബ്രോഡിൻ്റെ കേസിൽ കുറേ പരസ്യങ്ങൾ. ചെറിയ ഫീസ് കൊണ്ട് MBBS പഠിക്കാം, പിന്നെ ഈസി ആയിട്ട് MBBS പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും MBBS അത്ര ഈസിയാണോ? MBBS അത്ര ഈസിയുള്ള ഒന്നല്ല, ചില ഒരു കോഴ്സ് ഒന്നല്ല. അതെല്ലാവരും തെറ്റിദ്ധാരണ. എബ്രോഡ് പോയാൽ അവിടെ ഈസി ആവുന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. പക്ഷെ അവിടെയും എന്താണ് നല്ലൊരു എക്സാംസും പിന്നെ ഓരോ സബ്ജക്റ്റ് കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള എക്സാം ഓരോ സബ്ജക്റ്റ് കഴിയണ്ട, അതിന് മുമ്പായിട്ട് മിഡ് ടേംസും എല്ലാം ഉണ്ട്. അത് ഞാനിപ്പം ജോർജിയയിലാണ് പഠിച്ചത്. പക്ഷേ എല്ലാ കൺട്രീസിലും ഫോർ എക്സാമ്പിൾ റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അവിടുത്തെ എന്താ പറയുക സിലബസും എല്ലാ കാര്യങ്ങളും ഇന്ത്യയിൽ പഠിക്കുന്ന അതേ സിലബസ് തന്നെ നിങ്ങൾ അവിടെയും പഠിക്കണം. അനാട്ടമി ആയിക്കോട്ടെ, ഫിസിയോളജി ആയിക്കോട്ടെ, അല്ലേ? സെയിം സബ്ജക്ട്സ് തന്നെ പഠിക്കണം. പക്ഷെ ആകെ വ്യത്യാസം വെച്ചാൽ കുറച്ചും റിലാക്സ് ആയിട്ട് പഠിക്കാൻ പറ്റും. യൂറോപ്യൻ സ്റ്റൈലിൽ പഠിക്കാം. ഇവിടെ അനാട്ടമി ഇവിടുത്തെ നാട്ടിലത്തെ MBBS വെച്ചിട്ട് അനാട്ടമി 1st ഇയറിലാണ്. അനാട്ടമി, ബയോകെമിസ്ട്രി, ഫിസിയോളജി. പക്ഷേ അവിടെ ആണെങ്കിൽ അനാട്ടമി 1.5 വർഷം എടുത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ. പിന്നെ ബയോകെമിസ്ട്രി 2nd ഇയർ ആണ്. പിന്നെ ഫിസിയോളജിയും 2nd ഇയർ ആണ്. ഏകദേശം എല്ലാ കൺട്രീസിലും ഇതാണ് ഫോളോ ചെയ്യുന്നത്. കാരണം അവർ ഒരു സിസ്റ്റമിക് വേ ആണ് ഫോളോ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ റെസ്പിറേറ്ററി സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം, അങ്ങനെ സിസ്റ്റമിക് വേ ആണ് ഫോളോ ചെയ്യുന്നത്. ഇവിടെ ആണെങ്കിൽ കംപ്ലീറ്റ് ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിന്റെ എക്സാമാണ്. അപ്പം കുറച്ചും കൂടി സ്റ്റുഡൻസ് റിലാക്സ്ഡ് ആണ്. പിന്നെ ആ ടൈം പഠിക്കാൻ കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കും. കുറച്ചും കൂടി യൂട്ടിലൈസ് ചെയ്യാൻ സമയം ഉണ്ടാവും. അതാണ് മെയിൻ കാര്യം. പക്ഷെ സബ്ജക്റ്റ് പഠിച്ചേ മതിയാവും. അല്ല, സെയിം സബ്ജക്ട്സ് തന്നെ അവിടെ ഉണ്ടാവും. അപ്പോൾ എളുപ്പമൊന്നുമല്ല, നല്ല ഡിഫിക്കൽട്ടി. അത്യാവശ്യം നല്ല ആ രീതിയിലേക്കുള്ള കുട്ടികൾ മാത്രം വന്നാൽ മതി. ആ ഒരു മൈൻഡ് സെറ്റ് അത്യാവശ്യം നല്ല പഠിക്കാൻ. MBBS സബ്ജക്റ്റ് ഒരു 6 ഇയർ ജേണിയാണ്. അത്യാവശ്യം നല്ല പിന്നെ സബ്ജക്റ്റ് നോളജ് ഇതിനകത്ത് വേണം, ഡെഡിക്കേറ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ പിന്നെ അത് വളരെ സീരിയസ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികൾ മാത്രം ഈ ഫീൽഡിലേക്ക് വന്നാൽ മതി, അല്ലേ? സാർ, ഇപ്പോൾ MBBS ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ആളുകളും നാട്ടിൽ പറയുന്നൊരു വിഷയമുണ്ട്, ക്ലിനിക്കൽ എക്സ്പോഷർ കറക്റ്റ് കിട്ടില്ല എന്നൊക്കെ. അപ്പോൾ സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ്?
ക്ലിനിക്കൽ എക്സ്പോഷർ അവിടെ 2 പാർട്ടായിട്ടാണ് MBBS ഡിവൈഡ് ഉള്ളത്. ഒന്ന് പ്രീ ക്ലിനിക്കൽ സബ്ജക്ട്സും ക്ലിനിക്കൽ സബ്ജക്ട്സും. ഫസ്റ്റ് 3 years അവിടെ പ്രീ ക്ലിനിക്കൽ സബ്ജക്ട്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇയർ ഈ 3 വർഷം പ്രീ ക്ലിനിക്കൽ സബ്ജക്ട്സ് ആണ്. അപ്പം പ്രീ ക്ലിനിക്കൽ സബ്ജക്ട്സ് എന്തായാലും ക്ലിനിക്കിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ബുക്ക് നോളജ് തിയറി നോളജ് ആണ് മെയിൻ ഫോക്കസ്. അപ്പോൾ 3 years വരെ മെയിൻലി തിയറി നോളജും ഫ്രം 4th year onwards 4th year to final year അവിടെ ഹോസ്പിറ്റലിലാണ് ക്ലാസ് ഉണ്ടാവുക. പോസ്റ്റിംഗ് അനുസരിച്ചാണ് കാർഡിയോളജി, പൾമണോളജി, അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം ക്ലിനിക്കൽ എക്സ്പോഷറും അത്യാവശ്യം അവിടെ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഒന്നും ഇല്ല, അതിൽ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. ഇനി അഥവാ ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നാട്ടിൽ വന്നിട്ട് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ 1 year ഇവിടെ പറഞ്ഞല്ലേ, ഇവിടെ ഒരു തിയറി എക്സാം ആണ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. ലൈസൻസിങ് എക്സാം വെച്ചാൽ തിയറി എക്സാം, അതിലൊരു ക്ലിനിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നില്ല. അപ്പം അത് പാസ്സായി കഴിഞ്ഞിട്ട് ഓൾറെഡി ഇവിടെ 1 year ഇന്റേൺഷിപ്പ് ചെയ്യണം. അപ്പോൾ ആ ഒരു 1 year ഇവിടെ ഇന്ത്യയിലത്തെ സിസ്റ്റം അനുസരിച്ച് ഒരുപാട് അസുഖങ്ങളുണ്ട്. ഇവിടെ ഒരുപാട് ഡിസീസ് ഉള്ള ഒരു കൺട്രിയാണ്. അത് മാത്രമല്ല, ഇന്ത്യയിലെ വർക്കിംഗ് സിസ്റ്റം ഓവർലോഡാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഓവർ ഡ്യൂട്ടി വർക്കിംഗ് ആണ്, അത്യാവശ്യം കേസുള്ള. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 1 year ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു ബെറ്റർ ഡോക്ടർ ആയിരിക്കും. 1 year തന്നെ ധാരാളമാണ്. ഇവിടുത്തെ എല്ലാ ഡിസീസിനെ കുറിച്ചിട്ട് പഠിക്കാനും അതിൻ്റെ ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും പഠിക്കാൻ തന്നെ ഒരു 1 year ധാരാളമാണ്. കാരണം ഒരുപാട് കേസസ് എല്ലാ ദിവസവും ഇപ്പോൾ എൻ്റെ സീനിയേഴ്സ് ആണെങ്കിലും ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഒരു ദിവസം തന്നെ ഒരുപാട് കേസസ് ഒക്കെയാണ് അവർ കാണുന്നത്. അപ്പോൾ കേസസ് കണ്ട് മടുക്കാണ് വെച്ചാൽ എല്ലാതെ സെയിം തന്നെ. ഫോർ എക്സാമ്പിൾ ട്യൂബർക്കുലോസിസും ബ്രോങ്കൈറ്റിസ് അങ്ങനത്തെ കുറേ അസുഖങ്ങൾ അവർ ഡെയിലി ഇങ്ങനെ ഇന്റർവ്യൂൻ ചെയ്യാറ്. ശരി. അപ്പം 1 year ഈസ് മോർ ദാൻ ഇനഫ് ടു ഗെറ്റ് എ ക്ലിനിക്കൽ നോളജ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ചോദിക്കുന്നത്, ഇനി ഒരു MBBS അബ്രോഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പാരൻസിന് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറയാമോ? ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു യൂണിവേഴ്സിറ്റി NMC അക്രഡിറ്റഡ് ആണെന്ന് ചെക്ക് ചെയ്യണം. അത് NMCന്റെ റൂൾസ് പാലിക്കുന്നുണ്ടോ? NMCയുടെ വെബ്സൈറ്റിൽ പോയാൽ തന്നെ അത് ലിസ്റ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവും അവിടെ വെബ്സൈറ്റിൽ തന്നെ. അപ്പം ഇപ്പോൾ ആ റൂളില്ല. ഇപ്പൊ NMC കുറച്ച് റൂൾസ് കൊടുത്തിരിക്കുകയും ലിസ്റ്റ് ഇല്ല. അപ്പോൾ പണ്ട് അതെ ഫജർ പോകുന്ന സമയത്തേക്ക് നമുക്കൊരു ലിസ്റ്റ് ഉണ്ടായിരിക്കും. NMC നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഭാഗത്ത് ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കും. അതിനകത്ത് ഏതൊക്കെ യൂണിവേഴ്സിറ്റി നമുക്ക് പഠിക്കാന്നുള്ള ലിസ്റ്റ്, അതിനനുസരിച്ചിട്ട് നമ്മൾ അഡ്മിഷൻ ചെയ്യാം. പക്ഷെ ഇപ്പോൾ എന്തല്ലേ, NMC ലിസ്റ്റ് എടുത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് നോട്ട്സ് തന്നിട്ടുണ്ട്. ഇന്ന നോംസുകൾ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ ആ കൺട്രിയിൽ പോകാൻ. അപ്പോൾ ആ നോംസ് പാലിക്കാത്ത കൺട്രീസിൽ പോകാൻ പാടില്ല. ഇല്ല, ആ പാലിക്കാത്ത കൺട്രീസിൽ പോയാൽ ഇവിടെ FMG എഴുതാൻ പറ്റില്ല. അതാണ് പ്രശ്നം. പിന്നെ ഒരു പുതിയൊരു സിസ്റ്റത്തിലേക്കാണ് പോകുന്നത്. അബ്രോഡ് എന്ന് വെച്ചാൽ നമുക്ക് അറിയുന്ന ആൾക്കാർ ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു എൻവയോൺമെന്റ് ആണ്. അപ്പം കൂടുതൽ ട്രസ്റ്റ് ചെയ്യാം നല്ല ആൾക്കാർ വെച്ചാൽ ഏജൻസി കൊണ്ടുപോയ ഏജൻസിയുടെ കൂടെ തന്നെ എപ്പോഴും എന്ത് കാര്യത്തിനും ഡോക്യുമെന്റേഷൻ ആണെങ്കിലും പിന്നെ അവിടുത്തെ ID രജിസ്ട്രേഷൻ ആണെങ്കിലും എല്ലാ കാര്യം അവർ വഴി മാത്രം ചെയ്യാം. അല്ലാതെ പുറത്തുനിന്ന് തേർഡ് പാർട്ടി ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് എങ്ങനെ ചെയ്യാതിരിക്കാം. ആ ഒരു കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അവിടുത്തെ സീനിയേഴ്സായിട്ട് കൂടുതൽ കമ്പനിയാവും. അതാണ് കാരണം അവർക്ക് ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ അവരുമായിട്ട് കുറേ കാര്യങ്ങൾ അന്വേഷിക്കുക. പിന്നെ ആ യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ട കാര്യങ്ങൾ, പിന്നെ അവിടുത്തെ ട്രാൻസ്പോർട്ട് എല്ലാ കാര്യങ്ങളും അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക.